അഖിൽ കൊലക്കേസിൽ മുഖ്യപ്രതികളിൽ ഒരാൾ പിടിയിലായി. അപ്പു എന്ന അഖിൽ ആണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്നാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അഖിലിനെ പിടികൂടിയത്. കേസിൽ ഇനി 2 പേർ കൂടിയാണ് പിടിയിൽ ആകാനുള്ളത്. നേരത്തെ ഗൂഢാലോചനയിൽ പങ്കുള്ള 3 പ്രതികൾ കൂടി പിടിയിലായിരുന്നു. വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇതിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത അഖിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. എപ്പോഴാണ് അഖിലിനെ പിടികൂടിയത്? എവിടെ നിന്നാണ് പിടിയിലായത്? അഭിലാഷ്, നിഷ്ഠൂരമായ കൊലപാതകം. ഈ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി, 1ാം പ്രതിയായ അഖിൽ എന്ന അപ്പുവിനെയാണ് പിടികൂടിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ഇന്ന് പുലർച്ചെ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. ഈ കേസിൽ ഏറ്റവും ക്രൂരമായി ഈ യുവാവിനെ കൊലപ്പെടുത്തുമ്പോൾ വലിയ കല്ല് ആ യുവാവിന്റെ ശരീരത്തിലേക്ക് ഇട്ട് മരണം ഉറപ്പാക്കിയ പ്രതിയാണ്, 1ാം പ്രതിയാണ്. 2019 കൊലപാതക കേസിലും പ്രതിയായിട്ടുള്ള അഖിലാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായത്. ഫോർട്ട് സ്റ്റേഷനിലേക്കാണ് ഇയാളെ കൊണ്ടുവന്നിട്ടുള്ളത്. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മറ്റ് 2 പേർ കൂടി പിടിയിലാകേണ്ടതുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ അന്വേഷണം. ഇവർ 2 പേർ ഇനിയും ഉണ്ട്. കഴിഞ്ഞ ദിവസം അനീഷ് എന്ന ഡ്രൈവർ ഈ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഇന്നോവ കാർ വിഴിഞ്ഞത്ത് നിന്ന് വാടകയ്ക്കെടുത്തതാണ്. കൊലപാതകത്തിന് ഇവർ എത്തുമ്പോൾ ആ വാഹനം ഓടിച്ചിരുന്ന അനീഷ് കഴിഞ്ഞ ദിവസം ബാലരാമപുരത്ത് നിന്ന് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. 3 പേർ, ഇവർക്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒത്താശ ചെയ്ത 3 പേരുണ്ട്. ആ 3 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ നടന്ന തർക്കങ്ങൾ, ആ തർക്കത്തിനെ തുടർന്നാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. 3 പേർ ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരാണ്. ഇതിൽ കിരൺ കൃഷ്ണയും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട യുവാവിന്റെ സംഘവും തമ്മിൽ ബാറിൽ വെച്ചുണ്ടായ തർക്കം, പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് വൈകിട്ട് പാപ്പനാംകോട്ടത്തെ ബാറിൽ വെച്ച് ഒരു നടന്നു പോകുമ്പോൾ വഴി ലഭിച്ചില്ല എന്ന പേരിൽ തുടങ്ങിയ ഒരു ചെറിയ തർക്കം, ആ ഒരു തർക്കമാണ് ഇത്തരമൊരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. 2019 കൊലപാതകത്തിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികളാണ് ഇവർ. വീണ്ടും മറ്റൊരു കൊലപാതക കേസിൽ ഉൾപ്പെടുമ്പോൾ ഇതിന്റെ സ്വഭാവം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച, അല്ലെങ്കിൽ ഇത്തരം ഒരു തർക്കമുണ്ടായി, ഈ ബാറിൽ വെച്ചുള്ള തർക്കം, അവിടെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും കൃത്യമായിട്ട് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇടപെട്ടില്ല എന്ന കാര്യം. മാത്രവുമല്ല, ഈ കൊടും ക്രിമിനലുകൾ, അതാണ് നമ്മൾ പറഞ്ഞു വന്നത്, ഇവരുടെ രീതി, കൊലപ്പെടുത്തുന്ന രീതി, അത് 2019 ഇതുപോലെ ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ്. അന്നാണ് അനന്തു എന്ന ചെറുപ്പക്കാരനെ ഇവർ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം നീറമൺകരയിൽ ആളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ച് ഞരമ്പറത്തും കണ്ണ് കുത്തിപ്പൊട്ടിച്ചും തലയിൽ കരിക്ക് കൊണ്ടിടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു. ഏതാണ്ട് സമാനമായ രീതിയിലാണ് ഈ ഹീനമായ ഭയപ്പെടുത്തുന്ന വിനോദ്, ഇതേ സംഘം തന്നെയാണ് ഇപ്പോൾ ഈ ക്രൂരമായ കൊലപാതകം നടത്തിയത് എന്ന് പറയുമ്പോൾ ഈ അഖിലിനെ പിടികൂടിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണല്ലോ. മറ്റു പ്രതികളും സംസ്ഥാനം വിട്ടതായിട്ടാണോ? പോലീസിന് ഏതെങ്കിലും തരത്തിൽ അത്തരം സൂചനകളുണ്ടോ? ഇവർ ഒരുമിച്ചാണോ രക്ഷപ്പെട്ടത്? അതെയോ പല ഭാഗങ്ങളിലായി ഇവർ പിരിഞ്ഞു പോയോ? അത്തരം കാര്യങ്ങളിൽ പോലീസിന് വ്യക്തതയുണ്ടോ? അഭിലാഷ്, വിനീഷ്, സുമേഷ് എന്നിങ്ങനെ 2 പേരാണ് ഇനി പിടിയിലാകാനുള്ളത്. ഈ കേസിൽ ഇതുവരെ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇനി 2 പേർ കൂടിയുണ്ട്. അതായത് ആ CCTV ദൃശ്യങ്ങളിൽ കാണപ്പെടുന്ന ആളുകളാണ്. അതിൽ കല്ലുകൊണ്ട് ഇടിച്ച് കൊന്ന അപ്പു എന്ന അഖിൽ പിടിയിലായിട്ടുണ്ട്. ഇനി 2 പേർ കൂടി. അതായത് ഇവർ വാഹനമെടുത്തത് വിഴിഞ്ഞം ഭാഗത്തു നിന്നാണ്. ഈ വാഹനം ഓടിച്ചിരുന്ന അനീഷ് പിടിയിലാകുന്നത് ബാലരാമപുരത്തു നിന്നാണ്. പ്രതി പിടിയിലാകുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന്റെ തെക്കൻ മേഖലകളിലേക്ക് ഇവർ കടന്നു. ആ നിലയ്ക്ക് തന്നെയായിരുന്നു ആദ്യം തന്നെ പോലീസിന്റെ അന്വേഷണം. ഇവർക്ക് തമിഴ്നാട് ബന്ധമുണ്ട്. നേരത്തെയും ഇവർ തമിഴ്നാട്ടിലേക്ക് പോയിരുന്നതായും തമിഴ്നാട്ടിൽ ചില ബന്ധങ്ങൾ ഇവർ സൂക്ഷിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേരളത്തിനൊപ്പം തന്നെ തമിഴ്നാട്ടിലും തിരച്ചിൽ നടത്തിയത്. ഏതായാലും ബാലരാമപുരം എന്ന പ്രദേശം, അത് നെയ്യാറ്റിൻകര, കളയിക്കവള, അങ്ങനെ തമിഴ്നാടുമായി ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു പ്രദേശമാണ്. മറ്റൊന്ന്, ഈ മുഖ്യപ്രതിയെ പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് 2 പ്രതികൾ, വിനീഷും സുമേഷും ഒരുപക്ഷെ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ അതിർത്തി മേഖലകളിൽ ഉണ്ടാകാം എന്നൊരു നിഗമനമുണ്ട്. 2 സംസ്ഥാനങ്ങളിലായാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അഭിലാഷ്, എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ എന്നതൊക്കെ, ഈ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ചോദ്യം ചെയ്യൽ എന്നതൊക്കെ ഒരു സാങ്കേതികമായ നടപടിക്രമങ്ങൾ ആയിരിക്കും. കോടതിയിൽ ഹാജരാക്കുക എന്നതുപോലെയുള്ള നടപടിക്രമങ്ങൾ. ഇതിലിപ്പോൾ ഏറ്റവും വലിയ വിമർശനത്തിന് വഴിവെച്ചത് നേരത്തെയും അതിക്രൂരമായ ഒരു കൊലപാതകം
ചെയ്തവർ തന്നെയാണ് ഇപ്പോഴും ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണല്ലോ. ഈ പുറത്തിറങ്ങിയ ശേഷം ഇവരുടെ പ്രവർത്തികൾ എന്തായിരുന്നു എന്ന് പോലീസ് മോണിറ്റർ ചെയ്യാത്തത് വലിയ വീഴ്ചയാണ് എന്ന് മുൻ പോലീസ് ഉദ്യോഗസ്ഥർ പോലും പറയുന്നൊരു സാഹചര്യമുണ്ട്. ഇവർ മറ്റേതെങ്കിലും തരത്തിലൊക്കെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നോ? അതിപ്പോൾ ലീഗലി കേസായി മാറണമെന്നില്ല. എന്തായിരുന്നു ഇവരുടെ പ്രവൃത്തികൾ? അത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തതയുണ്ടോ, പ്രതികരണങ്ങളുണ്ടോ? ഇവർ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നു എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അഭിലാഷ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കാപ്പ ചുമത്തി ജയിലിലേക്ക് അടയ്ക്കുക, അതിനു മുൻപ് തന്നെ റൌഡി ലിസ്റ്റ് എന്ന ഒരു സംവിധാനം, അങ്ങനെ വരുന്ന പട്ടികയിലുള്ളവരെ കൃത്യമായി നിരീക്ഷിക്കേണ്ട ഒരു ചുമതല പോലീസിനുണ്ട്. അങ്ങനെ ഒരു നിരീക്ഷണം നടന്നോ എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങളും ആരോപണങ്ങളുമാണ് ഉയർന്നു വരുന്നത്. ഏതായിരുന്നാലും ഏറ്റവും ഹീനമായ, ഏറ്റവും ക്രൂരമായ, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകം 2019 നടത്തിയ അതേ പ്രതികൾ വീണ്ടും സമാനമായ രീതിയിൽ ഒരു യുവാവിനെ കൂടി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ഇവർക്ക് മേൽ എന്ത് നിരീക്ഷണം ഉണ്ടായിരുന്നു എന്ന ചോദ്യമാണ് അവിടെ പ്രധാനമായും അവശേഷിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി പ്രതികളെ പിടികൂടുന്നതിന് പോലീസിന് വളരെ പെട്ടെന്ന് സാധിച്ചു. അതിൽ ഏറ്റവും മുഖ്യപ്രതിയെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പിടികൂടി എന്നത് പോലീസിനെ സംബന്ധിച്ച് ഒരു ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. 2 പേരെ കൂടി പിടിയിലാകാനുണ്ട്. ഏതായിരുന്നാലും ആ കൊലപാതകത്തിൽ ഏറ്റവും ക്രൂരമായ രീതിയിൽ ആ യുവാവിനോട് പെരുമാറിയ, കല്ല് ശരീരത്തിലേക്ക് പലതവണ വലിച്ചിട്ട പ്രതിയെയാണ്, ഇപ്പോൾ 1-ാം പ്രതിയെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും പ്രധാന പ്രതിയെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരിക്കുന്നു എന്നത് കയ്യടിയർഹിക്കുന്ന ഒന്നാണ്. എന്തായാലും സംസാരിക്കുന്ന തെളിവുകളായി ഈ CCTV ദൃശ്യങ്ങളടക്കം മാറിയ പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റു വാർത്തകളിലേക്ക് പോകും മുമ്പ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6725 രൂപ, പവന് 53,800. 18 ക്യാരറ്റ് 5595, പവന് 44,760. വെള്ളി ഗ്രാമിന് 90, കിലോഗ്രാമിന് 90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേള. തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. കരമന അഖിൽ കൊലക്കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ അപ്പു എന്ന അഖിൽ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി 2 പേരെ കൂടി പോലീസിന് കിട്ടാനുണ്ട്. ഒരാളെ നേരത്തെ തന്നെ വാഹനം ഓടിച്ചിരുന്ന ഒരാളെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബാക്കിയുള്ള 3 പേർ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്, നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്ത ഒരാൾ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം പട്ടാപ്പകലാണ് കരമനയിൽ ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം നടന്നത്. കമ്പി വടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മരണമുറപ്പിക്കുന്നതിനായി നിരവധി തവണ കല്ല് അഖിലിന്റെ ശരീരത്തിലേക്ക് എറിയുന്ന കാഴ്ച, അത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്, ഞെട്ടിക്കുന്നതാണ്. ആ ദൃശ്യത്തിലുള്ള ആ കല്ലെടുത്ത് ദേഹത്തേക്ക് എറിയുന്ന അപ്പു എന്ന് വിളിക്കുന്ന അഖിൽ ആണിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പിടിയിലായിരിക്കുന്നത്. അപ്പു എന്ന അഖിൽ ആ ദൃശ്യങ്ങളിലുള്ള ആ കല്ല് എടുത്ത് അഖിലിന്റെ ശരീരത്തെ ആഞ്ഞ് എറിയുന്ന ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അപ്പു എന്ന അഖിലാണ് പിടിയിലായിരിക്കുന്നത്. ഇവർക്കായുള്ള തെരച്ചിൽ തമിഴ്നാട്ടിൽ വളരെ സജീവമായി പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അഖിലിനെ പിടികൂടിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. 2 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. കരമന അഖിൽ കൊലക്കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ അപ്പു എന്ന അഖിൽ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്.